പഠിക്കുന്ന സമയത്ത് തന്നെ പണം കണ്ടെത്തണം, അല്ലെങ്കിൽ പഠിക്കാനുള്ള പണം സ്വയം കണ്ടെത്തണം, അല്ലേ? അങ്ങനെ ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ പഠിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുമായിരുന്നു. അത് ഒന്ന് ചിലവിനുള്ളതും പിന്നെ അല്ലാതെ ഫ്രീ ആയിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാനും മടിയില്ലായിരുന്നു. അത് അവിടുത്തെ സാഹചര്യം അവിടെ അങ്ങനെയാണ്. എന്തെങ്കിലും ഫ്രീ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ജീപ്പിലൊക്കെ പോവാറുണ്ട്. കിളിയായിട്ടൊക്കെ പോകും. ഇങ്ങനെ വണ്ടിയൊക്കെ പഠിക്കുന്ന ആ ഒരു കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. കുറേ ഇങ്ങനെ പോയിട്ട് 2 വർഷമൊക്കെ എടുത്തിട്ട് പതുക്കെ ഓരോ സമയത്ത് അവധി ദിവസമൊക്കെ പോയിട്ട് അങ്ങനെയാണ് പഠിക്കാറ്. പിന്നെ അവിടെ പ്ലാന്റേഷനിൽ ഇപ്പം തേയില ഇതൊക്കെ ഫാക്ടറിയിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ആ സമയത്തൊക്കെ കൂടെ പോകാറുണ്ട് അവധി ദിവസങ്ങളിലൊക്കെ. പിന്നെ എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട്. നാട്ടിലെത്തിയാൽ എങ്ങനെയാ? കളക്ടർ സാറാണോ അല്ലെങ്കിൽ പഴയ അർജുനാണോ നാട്ടിലേക്ക്? അത് പഴയ ആൾ തന്നെ. നാട്ടിലൊക്കെ നടക്കുമോ? എല്ലാവരും കാണുമ്പോഴത്തേക്ക് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ്. സന്തോഷം പങ്കുവെക്കാറുണ്ട്. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. എല്ലാവരും നല്ല കട്ട സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. നമുക്കൊക്കെ ഓരോരുത്തരുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രചോദനമായിട്ട് നിൽക്കുന്ന ആളുകൾ? ചെറുപ്പം തൊട്ടേയുള്ള സുഹൃത്തുക്കളെ മറക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക്. അതെ, അങ്ങനെ കുറച്ച് നാട്ടിലും കുറച്ചുണ്ട്. സ്കൂളിൽ പഠിച്ച കുറച്ച് പേരുണ്ട്, കോളേജിൽ പഠിച്ച കുറച്ച് പേരുണ്ട്. അതിനുശേഷം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്ത ഒരുപാട് പേരുണ്ട്. പിന്നെ വർക്ക് ചെയ്ത സമയത്തുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവരും പല സമയത്തായിട്ട് കാണാറുണ്ട്. കലാമേഖലയിലേക്ക് അന്ന് എന്തെങ്കിലും താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? എഴുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ആക്ച്വലി അതുമായിട്ട് ബന്ധപ്പെട്ട് തീരെ കണക്ഷൻ ഇല്ല. കായിക മേഖലയിലായിരുന്നു അത്? കായിക മേഖല അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ ഈ കലോത്സവ നഗരിയിലെത്തി നിൽക്കുമ്പോഴേ കുട്ടികളെ കാണുമ്പോൾ ഞാൻ തുടക്കം ചോദിച്ചു ഒന്നുകൂടെ ആവർത്തി ചോദിക്കുകയാണ്, കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതൊന്നും നടക്കാതെ പോയൊരു കുട്ടിക്കാലം ആയിരിക്കാം ഒരു പക്ഷേ, എനിക്ക് അറിയില്ല. പക്ഷേ എന്നാൽ പോലും അങ്ങനെയൊക്കെ മനസ്സിലൂടെ പോകുന്നുണ്ടോ? അത് കാണുമ്പോഴത്തേക്ക് ഞാൻ കുട്ടികളോട് എല്ലാവരോടും പറയാറുണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം നല്ലോണം പങ്കെടുക്കണമെന്ന് പറയാറുണ്ട്. കാരണം ഞാൻ ഒരു സമയത്ത് പങ്കെടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ എൻ്റെ വിഷമമില്ല. ബട്ട് എന്നാലും അത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് പറയാറുണ്ട്. പിന്നെ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ സ്കൂൾ ലൈഫൊക്കെ ഒരുപാട് ഓർമ്മ വരും. സ്കൂളിൻ്റെ കോളേജിൻ്റെ ലൈഫൊക്കെ ഒരുപാട് ഓർമ്മ വരും. പിന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഈ ഒരു സാഹചര്യം നമ്മൾ അത് മാക്സിമം അത് എൻജോയ് ചെയ്യുക വർക്കിൻ്റെ കൂടെ തന്നെ. കാരണം ഇത് നമ്മുടെ വർക്കുമാണ്. പക്ഷേ ഇങ്ങനൊരു അവസരം നല്ലൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം കലോത്സവമൊക്കെ കാണാനും സാധിക്കും, കൂടെ തന്നെ അത് ഓർഗനൈസ് ചെയ്യാനും സാധിച്ചു. എല്ലാത്തിൻ്റെ ഒരുമിച്ചൊരു ഭാഗമാകാൻ പറ്റി. തൃശ്ശൂർ വന്നതിന് ശേഷം അതായിരുന്നു. ഞാൻ തൃശ്ശൂർ പൂർവ്വം കണ്ടിട്ടില്ലായിരുന്നു, ആദ്യമായിട്ടായിരുന്നു കണ്ടത്. പക്ഷേ ആദ്യം തന്നെ ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാകാനും സാധിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തൃശ്ശൂർ വന്നതിന് ശേഷമുള്ളത്. അമ്മ ചെറുപ്പം തൊട്ടേ കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കാണുന്നുണ്ടാവുമല്ലോ, അംഗനവാടി ആയതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കളക്ടർ അതുപോലെ കുട്ടികളെ എല്ലാം ഒരൊറ്റ കുട്ടികളുടെ അടുത്ത് ഒഴിവാക്കുന്നില്ല, എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, ചേർത്ത് പിടിക്കുക. അപ്പം അമ്മയിൽ നിന്ന് കിട്ടിയതാണോ മറ്റുള്ളവരോട് ഇങ്ങനെ ചേർത്ത് പിടിക്കണം? ആയിരിക്കാം. കാരണം ചെറുതായിരിക്കുമ്പോൾ അംഗനവാടിയിൽ പോകുമായിരുന്നു. അല്ലാതെ ഫ്രീ ആയിരിക്കുമ്പോഴും അമ്മയുടെ കൂടെ പോകുമല്ലോ. അവിടെ പോയി അംഗനവാടികൾ മറ്റു കുട്ടികളോട് ഇരിക്കും. പിന്നെ അമ്മയുടെ കൂടെ ഉള്ള ടീച്ചേഴ്സ് ഉണ്ട്, അവരുമായിട്ടുമാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോഴും എല്ലാവരും നല്ല സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. നമ്മളിപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മാറി വരുന്ന ഒരു കാലം. ആ കാലത്ത് അച്ഛൻ അമ്മ എന്ന് പറയുന്ന രണ്ടുപേരും നമ്മൾ ദൈവതുല്യരായിട്ട് കാണേണ്ട ആളുകൾ. പക്ഷേ ഇന്നത്തെ തലമുറയിലെ പല കുട്ടികളും പല വഴിക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലഹരി ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട്. നമ്മുടെ അവസാന അത്താണി അല്ലെങ്കിൽ നമ്മൾ അവസാനം ചെന്നെത്തുന്നത് അച്ഛനും അമ്മയും അടുത്തായിരിക്കും. നമ്മുടെ ഒരു സങ്കടം പറയാൻ അവരെ ചേർത്ത് പിടിക്കുക, അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. സാർ എന്താണ് പുതുതലമുറയിലെ കുട്ടികളോട് അങ്ങനെ പറയാനുള്ളത്? പുതുതലമുറ മൊത്തത്തിൽ നമുക്ക് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് 1-2 കേസസൊക്കെ ഇങ്ങനെ വരാറുണ്ടാവും. പക്ഷെ എന്നാലും ഒരു സെയിം കണക്ഷൻ. ഓരോ തലമുറ മാറുമ്പോഴത്തേക്ക് ആ ഒരു ചിന്താഗതി ഇതൊക്കെ മാറാറുണ്ടല്ലോ. അപ്പം നമ്മുടെ ഒരു തലമുറയുടെ അതിന് മുമ്പത്തെ വ്യത്യാസമായിരുന്നു. പക്ഷെ എന്നാലും പാരൻസിനും ഫാമിലിക്കും ഒരുപാട് റോൾ ഇതിൽ വഹിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ കാര്യമായാലും ഇപ്പോൾ ഞാൻ എന്ത് കാര്യങ്ങൾ തീരുമാനം എടുത്താലും അത് എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പാരൻസിനായാലും സിവിൽ സർവീസിനെ കുറിച്ച് അധികം അറിയില്ല. ഞാൻ ഒരു സമയത്ത് ജോലി റിസൈൻ ചെയ്തിട്ടായിരുന്നു ഇതിലോട്ട് പോയത്. അപ്പോൾ ആ ഒരു ജോലീൻ്റെ സാലറി വെച്ച് ഇത് ഫാമിലീൻ്റെ എക്സ്പെൻസിന് വളരെ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ഫേമിൽ ഒരു 2.5 years വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തായിരുന്നു? ഇവിടെ തന്നെ, കൊച്ചിയിലായിരുന്നു. അതെ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ റിസൈൻ ചെയ്തിട്ട് ഇതിലോട്ട് പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഫാമിലീൻ്റെ ട്രസ്റ്റാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനം നല്ലതായിരിക്കും, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലോട്ട് പോവാണ്. അപ്പം നല്ല സപ്പോർട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ അല്ല നമുക്ക് വേണ്ട സാധനം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനത്തിനേക്കാളും അവരുടെ ഇൻട്രസ്റ്റിനോട് സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും.